ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. 3 മലയാളം സിനിമകൾ ഏറ്റവും അവസാനം മറികടന്ന വിവിധ സിനിമകളുടെ റിപ്പോർട്ടാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യത്തെ സിനിമ മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിലടക്കം വൻ തരംഗമായിട്ട് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 9 ദിവസങ്ങൾ കൊണ്ട് 58 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തുകയാണ്. 8 ദിവസങ്ങൾ കൊണ്ട് 54 കോടി രൂപയിലേക്കും സിനിമയുടെ കളക്ഷൻ എത്തിയിരുന്നു. ഇതോടെ പ്രമയുഗം എന്ന മമ്മൂട്ടി ചിത്രം ഇതുവരെ നേടിയെടുത്ത തിയേറ്റർ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോഴത്തെ മഞ്ഞുമൽ ബോയ്സ് മറികടന്നിരിക്കുകയാണ്. പ്രമയുഗത്തിന് മുകളിലെ പ്രേമലോ എന്ന സിനിമയ്ക്ക് താഴെ നിലവിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത രണ്ടാമത്തെ സിനിമ എന്നൊരു നേട്ടമാണ് മഞ്ഞുമൽ ബോയ്സ് നേടിയെടുത്തിരിക്കുന്നത്. ഇനി 1ാം സ്ഥാനത്തിലേക്കുള്ള യാത്രയാണ് മഞ്ഞുമൽ ബോയ്സ് ടീം നടത്താനായിട്ടിരിക്കുന്നത്. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ നേട്ടങ്ങളുടെ അപ്ഡേറ്റുകൾ കേട്ട്. ഇനി പ്രേമലോ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ നെസ്ലൻ മമിത കോംബോയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഇന്നത്തോടെ 75 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ കിടക്കാനായിട്ടിറങ്ങുകയാണ്. അതോടെ പുതിയൊരു നേട്ടം കൂടി ബോക്സ് ഓഫീസിലെ പ്രേമലോ എന്ന സിനിമ നേടിയെടുക്കുകയാണ്. ഒരു റൊമാൻറ്റിക് എന്റർടൈനർ സിനിമയുടെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത മലയാളം സിനിമ എന്നൊരു റെക്കോർഡ് പ്രേമലു അങ്ങനെ കരസ്ഥമാക്കിയിരിക്കുകയാണ്. 2015 മുതൽ കഴിഞ്ഞ ദിവസം വരെ പ്രേമം എന്ന സിനിമയുടെ പേരിലായിരുന്നു ആ ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നത്. പ്രേമത്തിന്റെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ 74 കോടിയായിരുന്നു. അതിപ്പോഴത്തെ പ്രേമലു മറികടന്നിരിക്കുകയാണ്. അപ്പോൾ പ്രേമത്തിനെ മറികടന്നിരിക്കുകയാണ് പ്രേമലു. 2 സിനിമകളുടെയും ടൈറ്റിൽ മീനിങ് ഒന്ന് തന്നെയാണ് എന്നതാണ് ഇവിടെ ഏറ്റവും വലിയ യാദൃച്ഛികതയായിട്ട് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയാനായിട്ട് കഴിയില്ല. പ്രമയുഗം എന്ന സിനിമ മറികടക്കാനായിട്ട് ഒരുങ്ങുന്ന അടുത്ത സിനിമയുടെ റിപ്പോർട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മമ്മൂട്ടിയുടെ പ്രമയുഗം 54 കോടിയിലേക്ക് എത്തപ്പെടാനായിട്ട് ഒരുങ്ങുകയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹൊറർ ത്രില്ലർ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള സിനിമയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് പ്രമയുഗം. ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ലാലേട്ടന്റെ നിരാശപ്പെടുത്തിയ സിനിമയായ മലൈക്കോട്ടെ വാലിബന്റെ ഫൈനൽ കളക്ഷൻ നേരത്തെ പ്രമയുഗം മറികടന്നിരുന്നുവല്ലോ. അതുപോലെ കഴിഞ്ഞ ആഴ്ച മരയ്ക്കാർ എന്ന ലാലേട്ടന്റെ മറ്റൊരു നെഗറ്റീവ് അഭിപ്രായം ലഭ്യമായ സിനിമയുടെ ഫൈനൽ കളക്ഷൻ അതായത് 48 കോടിയും പ്രമയുഗം മറികടന്നിരുന്നു. ഇനി മറികടക്കേണ്ടത് മറ്റൊരു ലാലേട്ടന്റെ നെഗറ്റീവ് അഭിപ്രായം ലഭ്യമായ ഒടിയൻ എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനാണ്. ഒടിയനും ഒപ്പം തന്നെ പ്രമയുഗം എന്നീ സിനിമകൾ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രമയുഗം ഒരു ശാത്തൻ കഥയായിരുന്നെങ്കിൽ ഒടിയൻ എന്ന സിനിമ ഒരു ഒടിയൻ കഥയുമായിട്ട് എത്തിയ സിനിമയാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമെന്ന് പറയാനായിട്ട് കഴിയില്ല എങ്കിൽ പോലും വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണ് ഒടിയൻ. 2 സിനിമകളുടെയും ബഡ്ജറ്റും ഒരേ റേഞ്ചിൽ തന്നെയാണ്. 25-30 കോടി റേഞ്ചിലാണ് 2 സിനിമകൾക്കും ബഡ്ജറ്റ് കണക്കാക്കുന്നത്. അപ്പോൾ ഒടിയൻ എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനായ 54 കോടിയിലേക്ക് പ്രമയുഗം ഇന്നത്തോടെ എത്തും എന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ലാലേട്ടിന്റെ മറ്റൊരു നെഗറ്റീവ് അഭിപ്രായം ലഭ്യമായ സിനിമയുടെ കൂടി ഫൈനൽ കളക്ഷൻ മമ്മൂട്ടിയുടെ പോസിറ്റീവ് ലഭ്യമായ പ്രമയുഗം മറികടക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ഇനി എത്ര കോടി പ്രമയുഗം എന്ന സിനിമ ഫൈനൽ കളക്ഷൻ നേടിയെടുക്കുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ കൂടുതൽ വീഡിയോകൾ കേട്ടാം.